മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മാർച്ച് 28 ശനി. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും വീട്ടുപ്രസവങ്ങൾ വർദ്ധിക്കുന്നതും അത് മരണങ്ങളിൽ കലാശിക്കുന്നതും ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ആവർത്തിക്കുന്ന വീട്ടുപ്രസവ ദുരന്തങ്ങൾ. ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് അഭിമാനിക്കുന്നവരാണ് മലയാളികൾ. അപ്പോഴും കേരളത്തിന്റെ ആരോഗ്യ പ്രബുദ്ധതയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപഭ്രംശങ്ങളും നമ്മെ വിടാതെ പിന്തുടരുന്നു. ആധുനിക വൈദ്യത്തിൽ താരതമ്യേന മികച്ചതും ചിലവ് കുറഞ്ഞതുമായ ചികിത്സ ലഭിക്കുന്ന നാടായിട്ടും ഇവിടെ വ്യാജ വൈദ്യത്തിനും മന്ത്രവാദ ചികിത്സയ്ക്കുമൊന്നും ഒരു കുറവുമില്ല. അക്കൂട്ടത്തിൽ ഏതാനും വർഷമായി കണ്ടുവരുന്ന പുതിയൊരു അപകടമാണ് വീട്ടുപ്രസവങ്ങൾ. പ്രകൃതി ചികിത്സ, അക്യുപങ്ക്ചർ തുടങ്ങിയ ബദൽ ചികിത്സാ മുറകളുടെ പേരിലാണ് ഈ പ്രസവ സാഹസങ്ങൾ അരങ്ങേറുന്നത്. അതിന്റെ അപകടങ്ങൾ ഒട്ടും ചെറുതല്ലെന്ന് സമീപകാല അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ അത്തരത്തിലുള്ള പല ദുരന്തങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2022 ഓഗസ്റ്റിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു. 2024 ഫെബ്രുവരിയിൽ തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്തിനടുത്ത് ഷമീറ ബീവി എന്ന യുവതിയും കുഞ്ഞും മരിച്ചത് വീട്ടുപ്രസവ പരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വർഷം മലപ്പുറം ചട്ടിപ്പറമ്പിലും സമാന സംഭവം നടന്നു. ഇപ്പോഴിതാ ചാവക്കാട് എടക്കഴിയൂർ സ്വദേശിനി മൂസീനയ്ക്കും കുഞ്ഞിനും ജീവൻ നഷ്ടപ്പെട്ടതും ഇതേ പരീക്ഷണത്തെ തുടർന്നാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സംസ്ഥാനത്ത് 25ഓളം വീട്ടുപ്രസവ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഉയർന്ന നിരക്കാണ്. മറ്റൊരു കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാകും. ഏറ്റവും പുതിയ സാമ്പിൾ സർവേ സ്റ്റഡി SRS റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ മാതൃമരണ നിരക്ക് 30 ആണ്. മറുവശത്ത് 2024 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെയുള്ള 9 മാസത്തിനിടെ കേരളത്തിൽ നടന്ന ഗാർഹിക പ്രസവങ്ങളുടെ എണ്ണം 350-ൽ താഴെയാണ്. ഇതിൽ 9 പേർ മരണപ്പെട്ടു. സംസ്ഥാനത്ത് ചില ആദിവാസി ഊരുകൾ പോലെ അപൂർവം ചില മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ്. നമ്മുടെ ത്രിതല ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതുമാണ്. എന്നിട്ടും ഈ ചികിത്സാ സംവിധാനങ്ങൾ അത്രയും ഉപേക്ഷിച്ച് ആളുകൾ വീടകങ്ങൾ തന്നെ പ്രസവത്തിനായി തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചു പോകുമ്പോൾ എത്തിപ്പെടുക പ്രസവ മുറികളിൽ മരണക്കുരുക്കൊരുക്കുന്ന ബദൽ ചികിത്സാ ലോബികളിലാണ്, വിശേഷിച്ചും വ്യാജ അക്യുപങ്ക്ചർ ചികിത്സകരിൽ. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതും ചൈനയിൽ ഏറെ പ്രചാരത്തിലുള്ളതുമായ അക്യുപങ്ക്ചർ ചികിത്സാ രീതിയുമായി ഒരു ബന്ധമില്ലാത്തതും തീർത്തും പ്രാകൃതവുമായ ഒരു മുറയാണ് ഇക്കൂട്ടർ സ്വീകരിക്കുന്നത്. ആധുനിക വൈദ്യത്തിന്റെ ചികിത്സാ രീതികളോടുള്ള വിരോധമാണ് ഇക്കൂട്ടരുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ചികിത്സയല്ല, ചികിത്സാ നിഷേധമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് 19 മരിച്ച മൂസീനയുടെ അനുഭവം അതാണ് വ്യക്തമാക്കുന്നത്. ജനുവരിയിലായിരുന്നു മൂസീനയുടെ വീട്ടുപ്രസവം. 6ാം നാൾ കുഞ്ഞു മരിച്ചു. പിന്നീട് അണുബാധയുണ്ടായിട്ടും മൂസീനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഭർത്താവും ബന്ധുക്കളും തയ്യാറായില്ല. മൂസീനയുടെ പ്രസവം കൈകാര്യം ചെയ്ത പ്രദേശത്തെ വ്യാജ അക്യുപങ്ക്ചർ ചികിത്സയുടെ ഉപദേശത്തെ തുടർന്നായിരുന്നു ഈ ചികിത്സാ നിഷേധം. സംഭവം കേസായതോടെ മൂസീനയുടെ ഭർത്താവ് റിമാൻഡിലായി. ഭർത്താവിന്റെ ബന്ധുക്കൾക്കും കുപ്രസിദ്ധയായ ആ ചികിത്സകയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മൂസീനയുടെ കുടുംബം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. മൂസീനയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടതുപോലെ വിഷയത്തിൽ കൃത്യവും സമഗ്രവുമായ ഒരു അന്വേഷണം നടന്നാൽ ഈ വ്യാജ ചികിത്സാ മാഫിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് ഉറപ്പാണ്. ഏതാനും വർഷമായി ഈ മാഫിയ ഇവിടെ അക്യുപങ്ക്ചർ എന്ന പേരിൽ ചികിത്സ നടത്തുന്നുണ്ട്. അക്യുപങ്ക്ചർ ഒരു അംഗീകൃത മുഖ്യ ചികിത്സാ രീതിയായി ഇനിയും ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ഒരു അനുബന്ധ ചികിത്സാ രീതി എന്ന രീതിയിൽ പരിമിതമായി പ്രവർത്തിക്കാൻ അനുമതി നൽകുന്ന ഉത്തരവ് 2023-ൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അംഗീകൃത മെഡിക്കൽ ബിരുദമുള്ള അക്യുപങ്ക്ചർ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമക്കാർക്ക് ചികിത്സ നടത്താമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇത്തരത്തിൽ MBBS, BHMS തുടങ്ങിയ മെഡിക്കൽ ബിരുദമുള്ളവർ ഇവിടെ ചികിത്സ നടത്തുന്നുമുണ്ട്. എന്നാൽ മേൽ സൂചിപ്പിച്ച വ്യാജന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. പലപ്പോഴും ശാസ്ത്രത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ആർജിച്ചിട്ടില്ലാത്തവരാണ് ഇവിടെ അക്യുപങ്ക്ചർ പ്രചാരകരും ചികിത്സകരുമായി വിരാജിക്കുന്നത്. ഭാരത് സേവക് സമാജിന്റെ BSS സർട്ടിഫിക്കറ്റ് ചുവരിൽ തൂക്കിയിട്ടാണ് ഇക്കൂട്ടർ ചികിത്സ നടത്തുന്നത്. വൈദ്യശാസ്ത്രത്തിൽ ഒരു വിവരവുമില്ലാത്ത ഈ വ്യാജന്മാരുടെ ചികിത്സ പലപ്പോഴും വലിയ അപകടത്തിലും മരണത്തിലുമെല്ലാം കലാശിച്ചത് നേരത്തെ വലിയ വാർത്തയായിരുന്നു. പക്ഷേ അതെല്ലാം വാർത്തയിൽ ഒതുങ്ങി. നമ്മുടെ നിയമത്തിന്റെ അപര്യാപ്തതയാണ് ഇതിന്റെ പ്രശ്നം. അക്യുപങ്ക്ചറിൽ മരുന്ന് സമ്പ്രദായം ഇല്ലാത്തതിനാൽ നിലവിലെ നിയമവ്യവഹാരങ്ങളിൽ ഇത് ചികിത്സ എന്ന നിർവചനത്തിൽ വരുന്നില്ല എന്നതിനാൽ വ്യാജന്മാർ രക്ഷപ്പെടുകയാണ് പതിവ്. മൂസീനയുടെ കാര്യത്തിലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇച്ഛാശക്തിയുള്ള ഭരണകൂടത്തിന് 2021-ലെ പുതിയ ആരോഗ്യ നിയമപ്രകാരം ചില നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ മുൻപ് പ്രസവ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴെല്ലാം അജ്ഞാതമായ കാരണങ്ങളാൽ നമ്മുടെ ആരോഗ്യവകുപ്പ് കൈമലർത്തി. അതിന്റെ കൂടി ഫലമാണ് ഇപ്പോഴത്തെ ദുരന്തങ്ങൾ എന്ന് പറയേണ്ടി വരും. അതിനാൽ മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലുമെല്ലാം നടപ്പാക്കിയതുപോലെ ശക്തമായ നിയമനിർമ്മാണം തന്നെ ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. മാധ്യമം പോഡ്കാസ്റ്റ്.